കാസർഗോഡ് നടന്നുവന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം സമാപിച്ചു. രണ്ടാം ദിനമായ തിങ്കളാഴ്ച പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ RK മാളിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി തൂണുകളിലൂടെ കേബിൾ വലിക്കുന്നതിന്റെ വാടക സംബന്ധിച്ച കേരള ഹൈക്കോടതിയുടെ വിധി നടപ്പിലാക്കണമെന്ന് സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കേരളത്തിലെ കേബിൾ TV ഇന്റർനെറ്റ് സേവനദാതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് KSEB വൈദ്യുത തൂണുകൾക്ക് ഈടാക്കുന്ന അമിതമായ വാടകയാണ്. ഇതിനറുതി വരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ റൈറ്റ് ഓഫ് വേ ചട്ടങ്ങൾ പ്രകാരം നിശ്ചയിച്ചിട്ടുള്ള 100 രൂപ നിരക്ക് നടപ്പിലാക്കണമെന്ന കേരള ഹൈക്കോടതിയുടെ വിധി അടിയന്തരമായി നടപ്പിലാക്കാൻ KSEBL തയ്യാറാകണമെന്ന് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു. ഇതുകൂടാതെ കേരളത്തിലെ കേബിൾ TV മേഖലയിൽ നേരിട്ടും അല്ലാതെയും ജോലി ചെയ്യുന്ന 10,000-കണക്കിന് ഓപ്പറേറ്റർമാർക്ക് നിലവിലുള്ള ക്ഷേമനിധി സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നും ഈ സാഹചര്യത്തിൽ ഒരു സ്വതന്ത്ര ക്ഷേമനിധി ബോർഡും ഓപ്പറേറ്റർമാരും തൊഴിലാളികളും അടക്കുന്ന വിഹിതത്തിന് കൃത്യമായ സർക്കാർ ഗ്രാന്റും ഉറപ്പാക്കി ബോർഡിന്റെ പ്രവർത്തനം കുറ്റമറ്റമാക്കുന്നതിനും ഈ രംഗത്ത് തൊഴിൽ സുരക്ഷയും ക്ഷേമനിധിയും നടപ്പിലാക്കുന്നതിനും സർക്കാർ ഇടപെടണമെന്നുള്ള ആവശ്യവും കേരളത്തിലെ താഴെത്തട്ടിൽ വാർത്താവിനിമയ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നവരാണ് പ്രാദേശിക ചാനലുകളെന്നും ജനകീയ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുന്നതിലും ഇത്തരം ചാനലുകൾ വഹിക്കുന്ന പങ്ക് നിസ്തൂലമാണെന്നും അതുകൊണ്ട് തന്നെ നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ച് ചുരുങ്ങിയത് 5 വർഷം പ്രവർത്തന പരിചയമുള്ള ജില്ലാ പ്രാദേശിക ചാനലുകൾക്ക് PRD അഫിലിയേഷൻ അനുവദിക്കണമെന്നുള്ള ആവശ്യവും കാസർഗോഡ് ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66ന്റെ പ്രവൃത്തികൾ എത്രയും വേഗത്തിൽ പൂർത്തീകരിക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം പ്രമേയമായി മുന്നോട്ട് വെച്ചു. 2 ദിവസങ്ങളിലായി കാസർഗോഡ് കേന്ദ്രീകരിച്ച് നടന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സമാപന ദിവസമായ തിങ്കളാഴ്ച കാസർഗോഡ് RK മാളിൽ നടന്ന പ്രതിനിധി സമ്മേളനത്തിന് തുടക്കം കുറിച്ച് രാവിലെ COA ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ നഗരിയിൽ പതാക ഉയർത്തി. ശേഷം സംഘടനയുടെ സ്ഥാപക നേതാവായ NH അൻവറിന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. 2030-ലെത്തുമ്പോഴേക്കും ഇപ്പോഴത്തെ ഓരോ കേബിൾ TV ഓപ്പറേറ്റർമാരെയും മൾട്ടി സർവീസ് പ്രൊവൈഡറാക്കി വിവിധ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കാൻ കഴിയുന്ന സേവനദാതാക്കളാക്കി മാറ്റുക എന്ന ലക്ഷ്യവുമായാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുന്നോട്ടു പോകുന്നതെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. 1990-കളിൽ നിന്ന് കേബിൾ TV ലോക്കൽ കേബിൾ TV ഓപ്പറേറ്റർ എന്ന നിലയിൽ നിന്ന് 2007-ൽ MSO ആയും 2016-ൽ ISP ആയും 2020-ൽ ബ്രോഡ്കാസ്റ്ററായും 2025-ൽ TSP ആയും 2026-ൽ ടൂറിസത്തിന്റെ മേഖലയിലേക്ക് കടക്കുന്ന തലങ്ങളിലേക്ക് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ അംഗങ്ങൾ മാറിയിട്ടുണ്ട് എങ്കിൽ ACBയുടെ ഓപ്പറേറ്റർ 1990-ലും 96-ലും 2007-ലും 2019-ലും 2020-ലും 25-ലും 26-ലും വേറെ ലോക്കൽ കേബിൾ TV ഓപ്പറേറ്ററായിട്ട് തന്നെ തുടരുന്നു എന്നൊരിടത്താണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയുടെ പ്രാധാന്യവും അതിലെ അംഗത്വത്തിന്റെ വിലയും നാം തിരിച്ചറിയേണ്ടത്. നമ്മുടെ ഓപ്പറേറ്റർമാർ ഇന്ന് ലോക്കൽ കേബിൾ TV ഓപ്പറേറ്റർമാരല്ല. നമ്മുടെ ഓപ്പറേറ്റർമാർ ഇന്ന് MSO ആണ്, ISP ആണ്, TSP ആണ്. ഈ മേഖലകളിലെല്ലാം ബിസിനസ് ചെയ്യുന്ന കമ്പനികളുടെ ഉടമകളാണ്, ജോലിക്കാരല്ല, ഉടമകളാണ്. ഇനി അവിടെ നിന്നും 2030-ലേക്ക് നാം എത്തുമ്പോൾ ഇപ്പോഴത്തെ ഓരോ കേബിൾ TV ഓപ്പറേറ്ററും ഒരു മൾട്ടി സർവീസ് പ്രൊവൈഡറായി വിവിധ സേവനങ്ങൾ ഒരു കുടക്കീഴിൽ നമ്മുടെ ഉപഭോക്താക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന സേവനദാതാക്കളായി നിങ്ങളെ ഓരോരുത്തരെയും മാറ്റിയെടുക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് സംഘടന മുമ്പോട്ട് പോകുന്നത്. കേരള മിഷൻ മംഗലാപുരത്ത് പുതുതായി ആരംഭിച്ച ബ്രോഡ്ബാൻഡ് വിതരണ സ്ഥാപനമായ KCCL കുഡ്ലയുടെ ലോഗോയും സമ്മേളന വേദിയിൽ വെച്ച് പ്രകാശനം ചെയ്തു. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ലോഗോയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. അതാണ് ഈ സംഘടനയും മറ്റു സംഘടനകളും മറ്റ് കമ്പനികളിലെ ഓപ്പറേറ്റർമാരും തമ്മിലുള്ള വ്യത്യാസം. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് VV മനോജ് കുമാർ അധ്യക്ഷനായി. സംഘടക സമിതി ചെയർമാൻ ഷുക്കൂർ കോളിക്കര സ്വാഗതം പറഞ്ഞു. COA നീലേശ്വരം മേഖലാ സെക്രട്ടറി CP ബൈജിരാജ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. നഗരസഭാ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട അനിൽ വാഴുന്നോറടി, തിടമ്പ നൃത്തത്തിനുള്ള അവാർഡ് നേടിയ ഉപേന്ദ്ര അഗിത്തായ എന്നീ ഓപ്പറേറ്റർമാരെ
സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉപഹാരം നൽകി ആദരിച്ചു. കൂടാതെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നടത്തിയ കൈകൊട്ടിക്കളി, ക്രിക്കറ്റ്, ഷട്ടിൽ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു. COA ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ ജില്ലാതല പ്രവർത്തന റിപ്പോർട്ടും, ജില്ലാ ട്രഷറർ പി വിനോദ് സാമ്പത്തിക റിപ്പോർട്ടും, കെ രഘുനാഥ് ഓഡിറ്റ് റിപ്പോർട്ടും, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വിജയകൃഷ്ണൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും നടന്നു. KCCL മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ ചർച്ചകൾക്ക് മറുപടി പറഞ്ഞു. 128 പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ വെച്ച് 2026-28 വർഷത്തേക്കുള്ള പുതിയ ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റായി VV മനോജ് കുമാറും സെക്രട്ടറിയായി ഹരീഷ് പി നായരും ട്രഷററായി P വിനോദും വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. KCCL ഡയറക്ടർ K പ്രദീപ് കുമാർ, COA സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ M ലോഹിതാക്ഷൻ, സതീഷ് കെ പാക്കം, CCN ചെയർമാൻ K പ്രദീപ് കുമാർ, CCN മാനേജിംഗ് ഡയറക്ടർ TV മോഹനൻ, COA കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് K ദിവാകര, കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി P പ്രകാശ് എന്നിവർ ആശംസകൾ നേർന്നു. VV മനോജ് കുമാർ, ഗിരീഷ് കുമാർ, വിനോദ് എന്നിവരടങ്ങിയ പ്രസീഡിയവും ജയചന്ദ്രൻ, സുധീർ, സുനിൽകുമാർ എന്നിവരടങ്ങിയ മിനിറ്റ്സും, M ശ്രീധരൻ, M മനോജ് കുമാർ, G ചിത്ര എന്നിവരടങ്ങിയ പ്രമേയവുമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത്. 2026 മാർച്ച് 28, 29, 30 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.